ഞാൻ ഒരുപാട് മൊമെന്റ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന മൊമെന്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു ബുക്കാണ്. ഇതിലൊരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഞാൻ ട്രിപ്പ് പോയ കാര്യങ്ങൾ, ഫ്രണ്ട്സുമായിട്ട് കൂടിയ കാര്യങ്ങളുണ്ട്. ഈ ബുക്കിൽ ഫസ്റ്റ് ടൈം ഓട്ടോഗ്രാഫ് വാങ്ങിച്ച സെലിബ്രിറ്റി കാർത്തിയാണ്. ഞാൻ കാർത്തിയുടെ വലിയൊരു ഫാനാണ്. ഇത് ഭാവന ചേച്ചിയുടെ പേജ്. ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമായി. ചേച്ചിയുടെ എല്ലാ ക്യാരക്ടർ നെയിംസും ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ ഡയലോഗ് എന്താ പരിമളം സുഖമില്ലേ എന്നുള്ള നമ്മളുടെ ഡയലോഗ് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വൺ ഓഫ് മൈ ഫേവറേറ്റ് പേജ് മഞ്ജു ചേച്ചിയുടെ ഓട്ടോഗ്രാഫാണിത്. ഇത് കണ്ടോ, ഇത് എഡിറ്റ് ചെയ്തോന്നല്ല കേട്ടോ, ഒറിജിനലാണ്. എനിക്ക് ഇത്രയും മുടി ഉണ്ടായിരുന്നു, ലോങ് ഹെയർ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പച്ച പിടിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് പച്ച പെയിൻ്റ് അടിച്ച്, എന്നിട്ട് അത് മുടി കൊഴിച്ചിൽ വന്നിട്ട് എനിക്ക് മുടി മുറിച്ച് കളയേണ്ടി വന്നു. പക്ഷെ ഞാൻ ആ സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഓർമ്മക്കായി. ഇതാണ് എൻ്റെ പച്ചമുടി. ഇതെൻ്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇത് ഒരുപാട് പേജിലൊക്കെ വന്നൊരു വീഡിയോ ആണ്. നമ്മളെ കോളേജിൽ നിന്ന് എടുത്തതാണ്. അതിലെല്ലാവരും പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നല്ല കമൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഊട്ടി പോയിട്ടുള്ള ഒരു അനുഭവമാണ്. ഫ്രണ്ട്സായിട്ട് പോയിട്ടുള്ള വൺ ഓഫ് മൈ മറക്കാൻ പറ്റാത്തൊരു ട്രിപ്പായിരുന്നു അത്. ഞങ്ങൾ ആദ്യമായിട്ട് പോർക്ക് കഴിച്ചതൊക്കെ ഇവിടെ നിന്നാണ്. അതൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോണ്ടി പോയി. അതും ഭയങ്കര രസമുള്ള ട്രിപ്പായിരുന്നു. ഞങ്ങളൊരു റീലൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും മാറ്റുള്ളൊരു ബിന്ദു മറയത്തൊളി കണ്ടു കളിയൂ ഞാനാടുന്നേ ഇടനാഴിയില മതിയാവിൽ ഒരു നാളിലും നീ നല്ലൊരു നേരം ഇതുപോലെ സുഖമറിയുന്നൊരു കാലം കാറ്റാടിത്തണലും തണലത്തരമതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു പെൺകുട്ടിയെ കാണാൻ പറ്റും. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ്? നിൻ്റെ സിസ്റ്റർ ആണോ? എന്താണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ സ്വന്തം അസമോള്. ഞങ്ങളെ പരിചയപ്പെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇവള് തേർഡ് ഇയറാണ്, എൻ്റെ സീനിയറാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ തമ്മിൽ ജൂനിയർ സീനിയർ അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് എന്തോ ഇവിടെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. എല്ലാവരോടും ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര ടോക്കറ്റീവാണ്. പൊട്ടിത്തെറിച്ചും കൊണ്ട് നടക്കുന്ന ഒരു, കോളേജിൽ മൊത്തം ബഹളം ഉണ്ടാക്കി നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇവിടെ. അപ്പോൾ എന്തോ എനിക്ക് ആ ഒരു ക്യാരക്ടർ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. അങ്ങനെ ഞങ്ങൾ ഭയങ്കര കൂട്ടായി, തമ്മിൽ ഒരുപാട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തൊരു വീഡിയോ അവളെന്നെ കളിയാക്കുന്നൊരു ട്രോൾ ചെയ്തൊരു വീഡിയോ ആണ്. പിന്നീട് അങ്ങനെ ഓരോ സോങ്സ് റീക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. എൻ്റെ മെയിൻ നായികയായി മാറി അസമോൾ. നമ്മളൊക്കെ പറയാറില്ല, നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഭയങ്കര കളറായനെ. എൻ്റെ ലൈഫിലുള്ള ഒരു ആത്മാർത്ഥ സുഹൃത്താണ് ഈ അസമോൾ. എൻ്റെ ഉമ്മാക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും എല്ലാവർക്കും അവളെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങോട്ട് വരാറുണ്ട്, ഞാൻ അവളുടെ വീട്ടിൽ പോവാറുണ്ട്. അങ്ങനെ അത്രയും ക്ലോസാണ്. ഷീസ് മൈ ബെസ്റ്റ് ബഡി. കറുത്തൊരു പെണ്ണാണ്, കണ്ണാണ്, കരളാണ്, കാട്ടുപൂവിൻ കന്നിത്തേനാണ്, ഓ നാട്ടുമൂളും മൈന പെണ്ണാണ്. ഇതാണ് എൻ്റെ എല്ലാമായ പുന്നാര മക്കള്. ഞങ്ങൾ സ്കൂളിൽ ഒരുമിച്ചായിരുന്നു, ട്യൂഷനിൽ ഒരുമിച്ചായിരുന്നു, എല്ലാ കോപ്പറായങ്ങൾക്കും ഒരുമിച്ചാണ്. ഇനി എന്നെ കുറിച്ച് പൊക്കി പറയൂ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചളി പറയുന്ന ഒരാള്, അതായത് മഴ പെയ്താലും കൂടെ ചളി ഉണ്ടാവില്ല, അത്രയും ചളി പറയുന്ന ഒരാളാ. ചളി പറയലല്ല, വാര്യം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകിച്ച് ഇവനെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഭയങ്കര തൊലിക്കട്ടിയാണ്. ഏത് സിറ്റുവേഷനിലും എന്ത് കാര്യം കൊടുത്താലും ആള് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ, നമ്മളെ പെരിന്തൽമണ്ണ പുതിയ ബസ് സ്റ്റാൻഡ് ഉണ്ട്. ഒരുപാട് പേര്, ഒരു 500ഓളം ആളുകൾ ഡെയിലി ബസ് കയറാൻ വരുന്ന ബസ് സ്റ്റാൻഡ്. അവിടെ ഒരു കണ്ടന്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്ത്രീവേഷം കെട്ടി സാരി എടുത്ത് ആള് റോട്ടിൽ കൂടെ ഇറങ്ങി നടന്നിട്ടുണ്ട്. ഒരുപാട് പേര് ബസ്സിൽ യാത്ര ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ കൂടി എന്താ സംഭവം എന്ന് അറിയാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവന് കൂളായിട്ട് അവിടെ ആ സിറ്റുവേഷൻ ഒന്നും ഒരു സീൻ അന്നൊരാളിന്റെ ട്യൂൺ ചെയ്തടാ, ഒന്ന് ട്യൂൺ ചെയ്ത് അയാളെന്റെ വയറ്, ഞാനിങ്ങനെ വയറ് കാണിച്ച് നിൽക്കിയിരുന്നു വൈറലാകാൻ വേണ്ടിയിട്ട്. അപ്പൊ അയാളെന്നെ വയറുമ്പോ നോക്കി ട്യൂൺ ചെയ്തു.